MSC എൽസ കപ്പൽ അപകടത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ ശീലമായി മാറുമെന്നും പരിസ്ഥിതിക്കുണ്ടായ നാശം പരിശോധിക്കണമെന്നും ഹൈക്കോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാലി മുഹമ്മദ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഈ കപ്പലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൂടുതൽ വിഷയങ്ങളിൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കൂടുതൽ നിയമ ഉപദേശങ്ങൾ ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ടായിരുന്നു. ആ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നു. കർശന നടപടി സ്വീകരിക്കണം കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാനവും ചെയ്യണം. എന്തൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ? ഈ വിഷയത്തിനിടയാക്കിയ സാഹചര്യം എന്താണ്? അതായത് ആദ്യ അപകടം MSC എൽസ 3 അപകടത്തിൽപ്പെട്ട ആദ്യ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പൊതു താൽപര്യ ഹർജി കഴിഞ്ഞ ആഴ്ച തന്നെ കോടതിയിൽ എത്തിയിരുന്നു. അത് കഴിഞ്ഞ ദിവസം പരിഗണിച്ച ശേഷം പിന്നീട് പരിശോധിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊക്കെ അറിയുന്ന പോലെ രണ്ടാമതൊരു കപ്പൽ അപകടം കൂടി ഈ തീരപ്രദേശത്ത് ഉണ്ടാകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കോടതി പെട്ടെന്ന് ഇന്ന് ആ കേസ് ലിസ്റ്റ് ചെയ്ത് ഇന്ന് ചീഫ് ജസ്റ്റിസ് പരിശോധിക്കുകയായിരുന്നു. എന്നിട്ട് കോടതി പറഞ്ഞത് ഈ പുതിയൊരു അപകടം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ രണ്ട് സംഭവങ്ങളും ഒന്നിച്ച് പരിശോധിക്കാം എന്ന് കോടതി വ്യക്തമാക്കി. പൊതു താൽപര്യ ഹർജി ആദ്യം നൽകിയ പൊതു താൽപര്യ ഹർജി അതിനനുസൃതമായി ഭേദഗതി സമർപ്പിക്കാൻ ഹർജിക്കാരന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് കോടതി വിശദമായ കുറെ വാദങ്ങളിലേക്ക് കടന്നത്. കോടതി നൽകിയ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് കർശന നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരവരുടെ നിയമങ്ങൾക്കനുസരിച്ച് വേണം സ്വീകരിക്കാൻ. നിയമങ്ങളുടെയും രാജ്യാന്തര കരാറുകളുടെയും അടിസ്ഥാനത്തിൽ വേണം ഇത്തരം നടപടി സ്വീകരിക്കാൻ. അത് സിവിൽ ആണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും അക്കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കണം എന്നാണ് കോടതി പറഞ്ഞത്. കോടതിയിൽ നടത്തിയൊരു നിരീക്ഷണം, ഒരു തവണ കർശന നടപടി എടുക്കാതിരുന്നാൽ അതൊരു ശീലമായി മാറും എന്നാണ് ചീഫ് ജസ്റ്റിസ് വാക്കാൽ പരാമർശിച്ചത്. അതുകൊണ്ട് കൃത്യമായി നടപടി വേണം. സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അതായത് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്, നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലാണ് അപകടം. അതിനാൽ കേന്ദ്ര സർക്കാരാണ് നടപടി എടുക്കേണ്ടത്. വ്യാപാര കപ്പൽ നിയമം അനുസരിച്ചാണ് നിയമ നടപടി സ്വീകരിക്കേണ്ടതും അതിന് കേന്ദ്രത്തിനാണ് അധികാരമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. അപ്പോൾ കോടതി പറഞ്ഞത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അതിൽ നടപടി എടുക്കണം. എത്രയൊക്കെ നാശനഷ്ടം വന്നു എന്ന് പരിശോധിക്കണം. അത് പരിസ്ഥിതിക്കുണ്ടായതും ആളുകൾക്കുണ്ടായതും നാടിനുണ്ടായ സാമ്പത്തിക നഷ്ടമാണെങ്കിലും വെവ്വേറെ പരിശോധിക്കണം. ആ നഷ്ടമെല്ലാം ഈ കപ്പൽ കമ്പനിയിൽ നിന്ന് ഈടാക്കണം. അതിനുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പരിസ്ഥിതിക്കുണ്ടായ നഷ്ടമാണെങ്കിലും അത് പരിശോധിക്കണം. അതിന്മേലും നടപടി വേണം. സംസ്ഥാന ഖജനാവിൽ നിന്നോ കേന്ദ്ര ഖജനാവിൽ നിന്നോ ഇതിനുള്ള പണം ചെലവഴിക്കരുത്. ചെലവഴിച്ചാൽ തന്നെയും അത് കപ്പൽ കമ്പനിയിൽ നിന്ന് ഈടാക്കാനുള്ള നിയമ നടപടികളിലേക്ക് കടക്കണം എന്നതാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും തുടർന്ന് ദിവസങ്ങളിലും ഈ കേസ് പരിഗണിക്കും. അപ്പൊ എന്തൊക്കെ നടന്നു എന്ന് കോടതിയെ സർക്കാർ അറിയിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് ഒരു അസിസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോടതി ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാൻ തയ്യാറാണ് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.